നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാണെന്ന് ഗോൾഡ്മാൻ സാക്സ്. 2027 രാജ്യത്തിന്റെ റിയൽ GDP 6.8% തുടരുമെന്നും പ്രവചനം. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ ട്രംപ്, സൈനിക നീക്കത്തിന് സാധ്യതയെന്ന റിപ്പോർട്ട്. ആഗോള സാമ്പത്തിക ക്രമത്തെ, വിപണികളെ ബാധിക്കുമെന്ന ഭീതിയിൽ ലോകം. സ്വർണം വെള്ളി വിലകളിൽ ഇടിവുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. 1.16 ലക്ഷം കോടി രൂപ വിപണിയിൽ നിന്നും പിൻവലിക്കപ്പെടുമെന്നും സിറ്റി ഗ്രൂപ്പ്. ട്രംപിന്റെ താരിഫ് നിയമപരമാണോ എന്നതിൽ അമേരിക്കൻ സുപ്രീം കോടതിയുടെ തീരുമാനം വെള്ളിയാഴ്ച അറിയാം. വിധി ഇന്ത്യക്കും ലോകത്തിനും നിർണായകം. നഗരങ്ങളിലെ ഭവന വിൽപ്പനയിൽ ഇടിവ്. 8 പ്രധാന നഗരങ്ങളിൽ ഭവനവില 19% ഉയർന്നതായി റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 102 പോയിന്റ് താഴ്ന്ന് 84,961 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 37 പോയിന്റ് ഇടിഞ്ഞ് 26,140 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത്? ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ന് 0.14% ഒരു ഫ്ലാറ്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 37ഓളം പോയിന്റിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 26,140 എന്നൊരു നിലയിലാണ് ഇന്ന് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് 59,990 എന്നൊരു ലെവലിലാണ് ക്ലോസ് ചെയ്തായിട്ട് കാണുന്നത്. 0.21% ഒരു ഇടിവ്, ഏകദേശം 0.25% അടുത്ത് നിൽക്കുന്ന ഒരു ഇടിവ് ബാങ്ക് നിഫ്റ്റിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 127 പോയിന്റിന്റെ ഇടിവാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കണ്ടത്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ തുടർച്ചയായി ഒരു നിഫ്റ്റിയെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ ഒരു ഇടിവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു നിഫ്റ്റി 50യെ സംബന്ധിച്ച് ഏതൊക്കെ ഓഹരികളിലായിരുന്നു നേട്ടമെന്ന് നോക്കാം. ഇന്ന് ഒരു അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ 20 ഓഹരികളിലാണ് നിഫ്റ്റിയിൽ നേട്ടം കണ്ടത്. 30 ഓഹരികൾ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തതായിട്ടും കാണുന്നത്. ഇന്നത്തെ ഒരു നേട്ടത്തിലോട്ട് വരുമ്പോൾ ബിസിനസ് അപ്ഡേറ്റ് ആണ് ഇന്ന് ടൈറ്റന്റെ ഓഹരിയിൽ ഏറ്റവും കൂടുതൽ ഒരു നേട്ടം നൽകാൻ കാരണമായെന്ന് കാണാൻ സാധിക്കും. ടൈറ്റനെ സംബന്ധിച്ച് ഇന്നത്തെ ടോപ്പ് ഗെയിനറായി മാറിയിട്ടുണ്ട്. 3.94% നേട്ടമാണ് ടൈറ്റന്റെ ഓഹരിയിലുള്ളത്. HCL ടെക്, ടൈറ്റിൽ നിന്നുള്ള HCL ടെക്കിന് മികച്ചൊരു പിന്തുണ നൽകാൻ ഇന്ന് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. 2.36% നേട്ടമാണ് HCL ടെക് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. കൂടാതെ വിപ്രോ, ടെക് മഹീന്ദ്ര, ജിയോഫിൻ, ഇൻഫോസിസ്, ബജാജ് ഓട്ടോ, അപ്പോളോ ഹോസ്പിറ്റൽ, സൺഫാർമ, TCS ഇത്തരത്തിലുള്ള ഓഹരികളിലൊക്കെയായിരുന്നു ഇന്ന് നിഫ്റ്റി 50യിൽ കൂടുതൽ നേട്ടം കാണാൻ സാധിച്ചത്. അതായത് ITയുടെ ഒരു സപ്പോർട്ടാണ് ഇന്ന് നിഫ്റ്റിയെ വലിയ രീതിയിലേക്കുള്ള ഇടിവിലേക്ക് കൊണ്ടുപോകാതിരുന്നതെന്ന് പറയാൻ സാധിക്കും. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിഷ്ണുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാണെന്ന് ഗോൾഡ്മാൻ സാക്സ്. 2027 രാജ്യത്തിന്റെ റിയൽ GDP 6.8% തുടരുമെന്നും പ്രവചനം. 2026 7.3% നിന്നും ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിലും ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഈ വളർച്ചയ്ക്ക് പിന്നിലെ രഹസ്യം സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും കൃത്യമായ ഇടപെടലുകളാണ്. 2025 ആദായ നികുതി ഇളവുകളും GST പരിഷ്കാരങ്ങളും പലിശ നിരക്ക് കുറവും ഉപഭോക്താക്കളുടെ കയ്യിൽ കൂടുതൽ പണം എത്തിച്ചു. ഇത് സ്വകാര്യ ഉപഭോഗം ശക്തമാക്കാൻ സഹായിക്കും. എന്നാൽ ഗോൾഡ്മാൻ സാക്സ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സ്വകാര്യ നിക്ഷേപ മേഖലയിൽ വലിയ മുന്നേറ്റം വരാൻ ഇനിയും സമയമെടുത്തേക്കാം. ഇതിന് പ്രധാന തടസ്സം അമേരിക്ക വിപണിയിലെ പുതിയ താരിഫ് നയങ്ങളും ആഗോള വ്യാപാര രംഗത്തെ അനിശ്ചിതത്വങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ വൻകിട കമ്പനികൾ അവരുടെ വിപുലീകരണ പദ്ധതികൾ അല്പം ജാഗ്രത പാലിച്ചേക്കാം. സാധാരണക്കാരെ സംബന്ധിച്ച് സന്തോഷ വാർത്ത എന്തെന്നാൽ പണപ്പെരുപ്പം റിസർവ് ബാങ്കിന്റെ ലക്ഷ്യമായ 4% തന്നെ നിൽക്കുമെന്നാണ് പ്രവചനം. വളർച്ചാ നിരക്കിൽ കാര്യമായ കുറവുണ്ടായാൽ മാത്രം ഒരു 25 BPS റേറ്റ് കട്ട് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ധനക്കമ്മി കുറയ്ക്കാനുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ ട്രംപ്, സൈനിക നീക്കത്തിന് സാധ്യതയെന്നും റിപ്പോർട്ട്. ആഗോള സാമ്പത്തിക ക്രമത്തെ, വിപണികളെ ബാധിക്കുമെന്ന ഭീതിയിൽ ലോകം. ലോകഭൂപടം തന്നെ മാറ്റിവരയ്ക്കാൻ ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സാമ്പത്തിക രാഷ്ട്രീയ ലോകത്ത് നിന്ന് ഉയരുന്നത്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ അമേരിക്ക സൈനിക നീക്കത്തിന് പോലും മടിക്കില്ലെന്ന വൈറ്റ് ഹൌസിന്റെ വെളിപ്പെടുത്തലാണ് ഈ ചോദ്യത്തിന് കാരണം.
ഇത് വെറുമൊരു റിയൽ എസ്റ്റേറ്റ് ഇടപാടല്ല, മറിച്ച് ലോകത്തെ മാറ്റിമറിക്കാവുന്ന ഒരു തന്ത്രപരമായ നീക്കമാണെന്നാണ് സാമ്പത്തിക ലോകം വിലയിരുത്തുന്നത്. ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാകേണ്ടത് ദേശീയ സുരക്ഷാ മുൻഗണനയാണെന്നാണ് വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആർട്ടിക് മേഖലയിൽ റഷ്യയുടെയും ചൈനയുടെയും വർദ്ധിച്ചുവരുന്ന സ്വാധീനം തടയാൻ സൈന്യത്തെ ഉപയോഗിക്കുന്നതടക്കമുള്ള എല്ലാ ഓപ്ഷനുകളും തള്ളിക്കളയാനാവില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമൂല്യധാതുക്കളുടെ വൻ ശേഖരമാണ് ഗ്രീൻലാൻഡിലുള്ളത്. ഹൈടെക് ഉപകരണങ്ങൾക്കും പ്രതിരോധ ആയുധങ്ങൾക്കും അത്യാവശ്യമായ റയർ എർത്ത് എലമെന്റ്സ്, കൊബാൾട്ട്, ലിഥിയം എന്നിവയുടെ വലിയ നിക്ഷേപം ഇവിടെയുണ്ട്. നിലവിൽ ഈ മേഖലയിൽ ചൈനയ്ക്കുള്ള കുത്തക തകർക്കാൻ ഗ്രീൻലാൻഡ് കൈക്കലാക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് സാധിക്കും. അമേരിക്കയുടെ ഈ ഭീഷണി ഒരു നാറ്റോ സഖ്യകക്ഷിയോട് കാണിക്കുന്ന കടുത്ത അനാദരവാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും ഒരേ സ്വരത്തിൽ കുറ്റപ്പെടുത്തുന്നു. ഒരു സൈനിക നീക്കമുണ്ടായാൽ അത് നാറ്റോ സഖ്യത്തിന്റെ തന്നെ തകർച്ചയ്ക്കും കാരണമായേക്കാം. നേരിട്ട് വിലക്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഫ്രീ അസോസിയേഷൻ പോലുള്ള മറ്റു വഴികളിലൂടെ ഗ്രീൻലാൻഡിനെ സ്വാധീന വലയത്തിലാക്കാനാണ് ട്രംപിന്റെ നീക്കം. നിക്കോളാസ് മഡുറോയെ പിടികൂടിയതിന് പിന്നാലെ ആത്മവിശ്വാസം വർദ്ധിച്ച ട്രംപ് പാശ്ചാത്യ രാജ്യങ്ങളിൽ അമേരിക്കയുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള കടുത്ത നീക്കങ്ങളിലാണെന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സ്വർണം വെള്ളി വിലകളിൽ ഇടിവുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. 1.16 ലക്ഷം കോടി രൂപ വിപണിയിൽ നിന്നും പിൻവലിക്കപ്പെടുമെന്നും സിറ്റി ഗ്രൂപ്പ്. ആഗോള ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ സിറ്റിയാണ് ഞെട്ടിക്കുന്ന ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. 2026 ആഗോള കമ്മോഡിറ്റി ഇൻഡെക്സ് റീബാലൻസിംഗിന്റെ ഭാഗമായി സ്വർണത്തിൽ നിന്നും വെള്ളിയിൽ നിന്നും ഏകദേശം $6.8 ബില്യൺ വീതം പുറത്തേക്ക് ഒഴുക്കപ്പെടുമെന്നാണ് സിറ്റി റിസർച്ച് കണക്കാക്കുന്നത്. അതായത് വലിയ ഇൻഡെക്സ് ഫണ്ടുകൾ അവരുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് വൻതോതിൽ സ്വർണവും വെള്ളിയും വിറ്റഴിക്കും. പ്രധാന കമ്മോഡിറ്റി ഇൻഡെക്സിലായ ബ്ലൂംബർഗ് കമ്മോഡിറ്റി ഇൻഡെക്സിലും S&P GSECയിലും സ്വർണത്തിലും വെള്ളിയിലും നൽകിയിട്ടുള്ള വെയിറ്റേജ് കുറയ്ക്കുന്നതാണ് ഇതിന് കാരണം. സ്വർണത്തിന്റെ ടാർഗറ്റ് വെയിറ്റേജ് $33.8 ബില്യൺ നിന്ന് $27 ബില്യൺ വെള്ളിയുടേത് $12.9 ബില്യൺ നിന്ന് $6 ബില്യൺ ചുരുങ്ങാൻ പോവുകയാണ്. ഈ വലിയ സെല്ലിംഗ് പ്രഷർ വിപണിയിൽ വരാനിരിക്കെ ഹ്രസ്വകാലത്തേക്ക് വിലയിൽ ചാഞ്ചാട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ ഈ വർഷം കുറഞ്ഞത് 2 തവണയെങ്കിലും അമേരിക്കൻ പലിശ നിരക്കുകൾ കുറയുമെന്ന പ്രതീക്ഷ നിക്ഷേപകർക്ക് ഇപ്പോഴും ആശ്വാസം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ തകർച്ചയാണോ അതോ ചെറിയൊരു കറക്ഷനാണോ എന്ന് വരും ദിവസങ്ങളിൽ ഡാറ്റകൾ വ്യക്തമാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ട്രംപിന്റെ താരിഫ് നിയമപരമാണോ എന്നതിൽ അമേരിക്കൻ സുപ്രീം കോടതിയുടെ തീരുമാനം വെള്ളിയാഴ്ച അറിയാം. വിധി ഇന്ത്യക്കും ലോകത്തിനും നിർണായകം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിധി അതീവ നിർണായകമാണ്. അരിയുൾപ്പെടെയുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% വരെ നികുതിയാണ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇടപാടുകൾ കൂടി കണക്കിലെടുത്താണ് ഈ കടുത്ത നടപടി. സുപ്രീം കോടതി വിധി ട്രംപിന് തിരിച്ചടിയായാൽ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് അതൊരു വലിയ ആശ്വാസമാകും. 1977 നിയമം ദുരുപയോഗം ചെയ്താണ് ട്രംപ് ഈ താരിഫുകൾ ചുമത്തിയതെന്നാണ് ആരോപണം. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട അധികാരം സാധാരണ വ്യാപാര നയങ്ങൾക്കായി ഉപയോഗിക്കാൻ പ്രസിഡന്റിന് അവകാശമില്ലെന്ന് കീഴ്ക്കോടതികൾ നേരത്തെ വിധിയെഴുതിയിരുന്നു. ഇപ്പോൾ പന്ത് സുപ്രീം കോടതിയുടെ കോർട്ടിലാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പുറത്തുവരുന്ന വിധി ആഗോള വിപണികളെയും ഇന്ത്യൻ ഓഹരി വിപണിയെയും ഒരുപോലെ ഉലയ്ക്കാൻ സാധ്യതയുണ്ട്. ഇതിനിടെ മോദിക്ക് എന്നോട് പിണക്കമാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. വാഷിംഗ്ടണിൽ നടന്ന റിപ്പബ്ലിക്കൻ പാർട്ടി യോഗത്തിലാണ് ട്രംപിന്റെ നിർണായക വെളിപ്പെടുത്തൽ. താനുമായി നല്ല ബന്ധമാണെങ്കിലും ഇന്ത്യക്ക് മേൽ ചുമത്തിയ കനത്ത താരിഫുകളിൽ മോദി അതീവ അസന്തുഷ്ടനാണെന്ന് ട്രംപ് പറയുന്നു. റഷ്യൻ ഇടപാടുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ അധിക നികുതി വീണ്ടും ചുമത്തുമെന്ന ഭീഷണിയും ട്രംപ് ഉയർത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. നഗരങ്ങളിലെ ഭവന വിൽപ്പനയിൽ ഇടിവ്. 8 പ്രധാന നഗരങ്ങളിൽ ഭവനവില 19% ഉയർന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ 8 പ്രധാന നഗരങ്ങളിലായി ഭവന വിൽപ്പന 1% ഇടിഞ്ഞ് 3,48,207 യൂണിറ്റുകളായി. ശരാശരി വില 19% വരെ ഉയർന്നതിനാൽ ഡിമാൻഡ് സ്തംഭിച്ചതായി റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റായ നൈറ്റ് ഫ്രാങ്ക് പറഞ്ഞു. പ്രധാന വായ്പകളുടെ പലിശ നിരക്കുകളുടെ കുറവ്, ശക്തമായ സാമ്പത്തിക വളർച്ച, കുറഞ്ഞ പണപ്പെരുപ്പം എന്നിവയാണ് 2025 ഭവനാവശ്യകത നിലനിർത്താൻ സഹായിച്ച ചില പ്രധാന ഘടകങ്ങൾ. ശരാശരി വിലയിൽ വർധനവുണ്ടായിട്ടും വിൽപ്പനയുടെ ആക്കം കഴിഞ്ഞ വർഷം തുടരുകയാണെന്ന് നൈറ്റ് ഫ്രാങ്ക് ഇന്ത്യ CMD ശിശിർ ബൈജാൽ പറഞ്ഞു. ഭവനവിലയിൽ NRIകളുടെ സംഭാവന 12 മുതൽ 15% ഉയർന്നതായി അദ്ദേഹം പറഞ്ഞു. പലിശ നിരക്കുകൾ കുറയ്ക്കുന്നത് റെസിഡൻഷ്യൽ വിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുമെന്ന് കരുതുന്നതായി അദ്ദേഹം പറഞ്ഞു. മുംബൈ മേഖലയിലെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളുടെ വിൽപ്പന 1% ഉയർന്ന് 97,188 യൂണിറ്റായി.
രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ ഡൽഹിയിൽ ശരാശരി ഭവനവില 7% ഉയർന്ന് ചതുരശ്ര അടിക്ക് 8,856 രൂപയായി. ബംഗളൂരുവിലെ ഭവന വിൽപ്പന 55,373 യൂണിറ്റുകളിൽ മാറ്റമില്ലാതെ തുടർന്നു. അതേസമയം ശരാശരി വില 12% വർദ്ധിച്ച് ചതുരശ്ര അടിക്ക് 7,388 രൂപയായി. പൂനെയിൽ വിൽപ്പന 3% കുറഞ്ഞ് 50,881 യൂണിറ്റിലെത്തി. എന്നാൽ വില 5% വർദ്ധിച്ച് ചതുരശ്ര അടിക്ക് 5,016 രൂപയിലെത്തി. ചെന്നൈയിൽ ഭവന വിൽപ്പനയിൽ 12% വളർച്ച രേഖപ്പെടുത്തി 18,262 യൂണിറ്റിലെത്തി. 2025 കൊൽക്കത്തയിലെ വിൽപ്പന പ്രതിവർഷം 3% കുറഞ്ഞ് 16,896 യൂണിറ്റിലെത്തിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 110 രൂപയും പവന് 880 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 12,675 രൂപയിലും പവന് 1,01,400 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 90 രൂപ കുറഞ്ഞ് 10,420 രൂപയായി. അതേസമയം വെള്ളിവില വർദ്ധിച്ചു. ഗ്രാമിന് 10 രൂപ ഉയർന്ന് 265 രൂപയിലാണ് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാണെന്ന് ഗോൾഡ്മാൻ സാക്സ്. 2027 രാജ്യത്തിന്റെ റിയൽ GDP 6.8% തുടരുമെന്നും പ്രവചനം. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ ട്രംപ്. സൈനിക നീക്കത്തിന് സാധ്യതയെന്ന റിപ്പോർട്ട്. ആഗോള സാമ്പത്തിക ക്രമത്തെയും വിപണികളെയും ബാധിക്കുമെന്ന ഭീതിയിൽ ലോകം. സ്വർണം വെള്ളി വിലകളിൽ ഇടിവുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. 1.16 ലക്ഷം കോടി രൂപ വിപണിയിൽ നിന്ന് പിൻവലിക്കപ്പെടുമെന്ന് സിറ്റി ഗ്രൂപ്പ്. ട്രംപിന്റെ താരിഫ് നിയമപരമാണോ എന്നതിൽ അമേരിക്കൻ സുപ്രീം കോടതിയുടെ തീരുമാനം വെള്ളിയാഴ്ച അറിയാം. വിധി ഇന്ത്യക്കും ലോകത്തിനും നിർണായകം. നഗരങ്ങളിലെ ഭവന വിൽപ്പനയിൽ ഇടിവ്. 8 പ്രധാന നഗരങ്ങളിൽ ഭവനവില 19% ഉയർന്നതായി റിപ്പോർട്ട്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.